നമുക്ക് തനി നാടൻ രീതിയിൽ ഒരു മീൻ വറ്റിച്ചത് റെഡിയാക്കി എടുക്കാം. നമ്മൾ സദ്യകളിലൊക്കെ കഴിക്കുന്ന ആ ഒരു മീൻ വറ്റിച്ചതിൻ്റെ സെയിം ടേസ്റ്റാണിത്. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് റെഡിയാക്കി എടുക്കണേന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്കൊരു പാത്രം എടുത്തിട്ട് ഈ കറിയിലേക്ക് ആവശ്യമുള്ള പൊടികളൊക്കെ ഒന്ന് കുതിർത്തി വെക്കണം. അതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ സാധാരണ ചില്ലി പൗഡർ, പിന്നെ 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുതിർത്തി പേസ്റ്റാക്കി വെക്കണം. നമ്മളിതിലേക്ക് മല്ലിപ്പൊടി ചേർക്കുന്നില്ല. മല്ലിപ്പൊടി ചേർത്താൽ ആ കറിയുടെ ആ ഒരു റെഡ് കളർ കിട്ടില്ല, ഒരു ബ്രൗൺ കളറായി പോവും. അതുകൊണ്ട് മല്ലിപ്പൊടി ചേർക്കാതെയാണ് ഇത് ഉണ്ടാക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഒരു 5 കുടംപുളിയുടെ കഷ്ണം നന്നായിട്ട് കഴുകി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിനായിട്ട് മീൻ എടുത്തിരിക്കുന്നത് കേരമീനാണ്. പിന്നെ പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില എന്നിവ വേണം. നമ്മൾ ഈ കറിയിലേക്ക് ഉള്ളിയും വെളുത്തുള്ളിയും ഒന്നും ചേർക്കുന്നില്ല. അതൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം എടുക്കുമ്പോൾ ചിലപ്പോൾ കറി ചീത്തയാവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അത് ചേർക്കാതെയാണ് ഞാനിപ്പോൾ ഇത് റെഡിയാക്കുന്നത്. ഈ മീൻകറി റെഡിയാക്കാനായിട്ട് ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ജസ്റ്റ് ചൂടായി വന്നപ്പോൾ 1/4 ടീസ്പൂൺ ഉലുവയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉലുവയൊക്കെ ഇടുമ്പോഴാണ് ആ കറിയുടെ ഒരു പ്രത്യേക മണമൊക്കെ കിട്ടുന്നത് നമുക്ക്. ഇനി ഉലുവ ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില എന്നിവ ചേർത്ത് കൊടുക്കാം. പല നാടുകളിലും പല രീതിയിലായിരിക്കട്ടെ ഈ ഒരു കറി വെക്കുന്നത്. ഞങ്ങളുടെ ഇവിടെ ഉള്ളിയും വെളുത്തുള്ളിയും ഒന്നും ചേർക്കാതെയാണ് ഈ ഒരു കറി റെഡിയാക്കുന്നത്. ഇപ്പോൾ ഇഞ്ചിയും പച്ചമുളകൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആ കുതിർത്തി വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. ഒരുപാട് വെള്ളമായിട്ട് കുതിർത്തി വെക്കരുത്. ഈ ഒരു രീതിയിൽ പേസ്റ്റായിട്ട് കുതിർത്തി വെച്ചാൽ മതി. ഈ കുതിർത്തി വെച്ച് കഴിയുമ്പോൾ നല്ല കറിക്ക് നല്ല തിക്കായിട്ടുള്ള കുറുകിയ ചാറ് കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ കുതിർത്തിയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറയുന്നത്. സാധാരണ നമ്മൾ മീൻകറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ മല്ലിപ്പൊടി ചേർക്കുന്നത് നല്ല കുറുകിയ ചാറ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഇങ്ങനെ കുതിർത്തിയിട്ട് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ മല്ലിപ്പൊടി ഇല്ലാതെ തന്നെ നല്ല കുറുകിയ ചാറ് നമുക്ക് കിട്ടും. മല്ലിപ്പൊടി ചേർത്താൽ ആ കറിയുടെ കളർ തന്നെ ഒരു വേറെ കളറായി പോവും. നല്ല റെഡ് കളർ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ ചെയ്താൽ മതി. ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിതിൻ്റെ എണ്ണയൊക്കെ ഒന്ന് തിരിച്ചെടുക്കാം. ആ അരപ്പിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ട് നന്നായിട്ട് എണ്ണ തിരിഞ്ഞ് വരണം. അതിനുശേഷം വേണം നമുക്കിതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇപ്പോൾ അരപ്പൊക്കെ നന്നായിട്ട് മൂത്ത എണ്ണയൊക്കെ തിരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുതിർത്തി വെച്ചിരിക്കുന്ന കുടംപുളിയും വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 5 കഷ്ണം കുടംപുളി ഞാൻ ഇതിനായിട്ട് എടുത്തിട്ടുണ്ട്. 1/2 കിലോ മീൻ്റെ അളവാണ് ഞാൻ ഈ കാട്ടുന്നത്. ഇനി ഈ കുടംപുളി വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് മൂപ്പിച്ചിട്ട് ഇതിൻ്റെ വെള്ളം വറ്റുന്നവരെ വീണ്ടും ഒന്ന് നമുക്ക് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ കുടംപുളി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് ആ വെള്ളമൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇത് നമ്മൾ വറ്റിച്ചാണ് എടുക്കുന്നത്, അതുകൊണ്ട് തന്നെ ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട. വെള്ളത്തിൻ്റെ അളവ് നോക്കിയിട്ട് മാത്രം ഒഴിച്ച് കൊടുത്താൽ മതി. ഇനി ഈ വെള്ളം ഒഴിച്ചത് നന്നായിട്ടൊന്ന് തിളച്ചിട്ട് ഒരു 5 മിനിറ്റോളം നമ്മൾ നന്നായിട്ടൊന്ന് തിളപ്പിക്കണം. അതിൻ്റെ ഉപ്പും പുളിയൊക്കെ നന്നായിട്ട് ഇറങ്ങിയിട്ട് വേണം നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാനായിട്ട്. എന്നാലേ ആ ഒരു കറിക്ക് ആ ഒരു ടേസ്റ്റൊക്കെ കിട്ടുള്ളൂ. എപ്പോഴും ഉപ്പും പുളി ഇറങ്ങിയതിന് ശേഷം മാത്രം മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ ഈ കറിയൊക്കെ ജസ്റ്റ് ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു 3-4 മിനിറ്റും കൂടി ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കറി തിളച്ചിട്ട് ഒരു 5 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. മീൻ കഷ്ണങ്ങൾ നന്നായിട്ട് കഴുകി നാരങ്ങ വെള്ളത്തിലൊക്കെ കഴുകിയിട്ടാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. വിനാഗിരി അല്ലെങ്കിൽ നാരങ്ങ വെള്ളത്തിൽ കുറച്ച് നേരം ഒന്ന് മുക്കി വെച്ചിട്ട് വേണം നമുക്കിത് ക്ലീനാക്കി എടുക്കാനായിട്ട്. എന്നാലേ ആ ഒരു ഉളുമ്പ് ചൊവയൊക്കെ മാറിയിട്ട് കറിക്ക് നല്ലൊരു മണവും ടേസ്റ്റൊക്കെ കിട്ടുള്ളൂ. ഇപ്പോൾ മീൻ കഷ്ണങ്ങളൊക്കെ ചേർത്തിട്ട് കറി നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 15 മിനിറ്റോളം വേവിച്ചെടുക്കാം. അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഒരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ തുറന്നിട്ട് ജസ്റ്റ് ഒന്ന് ചുറ്റിച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും അടച്ച് വെച്ചിട്ട് ഫുള്ളായിട്ട് അടച്ച് വെക്കേണ്ട, ഈ രീതിയിൽ അടച്ച് വെച്ചിട്ട് വേണം നമുക്കിത് നെയ്യ് തിരിച്ചെടുക്കാനായിട്ട്. ഒരു 2 മിനിറ്റും കൂടി കഴിഞ്ഞപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ നല്ല കുറുകിയ തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ഓപ്ഷണലാണ്, പക്ഷേ ഇത് ചേർത്താൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. തേങ്ങാപ്പാലിൻ്റെ അളവ് കൂട്ടരുത്. ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് ആ ചാറൊന്ന് കുറുകി കിട്ടാൻ വേണ്ടി മാത്രം ഒഴിച്ച് കൊടുത്താൽ മതി.
അതിനുശേഷം വീണ്ടും ഇതുപോലെ അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റും കൂടി നമുക്ക് നന്നായിട്ട് നെയ്യൊക്കെ തിരിയിച്ചിട്ട് എടുക്കാം. 5 മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ടാവും. ഇപ്പോൾ മീൻകറി അത്യാവശ്യം കുറുകി വന്നിട്ടുണ്ട്, നന്നായിട്ട് നെയ്യൊക്കെ തിരിഞ്ഞ് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ അത്യാവശ്യം ചാറോട് കൂടിയാണ് മീൻകറി എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വറ്റിച്ചിട്ട് വേണമെങ്കിൽ എടുക്കാം. പക്ഷേ ഈ മീൻകറി ഇരിക്കുമ്പോൾ നന്നായിട്ട് കുറച്ചും കൂടി ഒന്ന് കുറുകി വന്നിട്ട് കറക്റ്റായിട്ട് കിട്ടും നമുക്ക്. ലാസ്റ്റായിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇത് ശരിക്കും ഒരു ദിവസം ഇരുന്നിട്ട് കഴിക്കുന്നതായിട്ട് ഏറ്റവും ടേസ്റ്റ്. കുറച്ച് നേരമെങ്കിലും ഇരുന്നിട്ട് നമ്മൾ യൂസ് ചെയ്യുമ്പോഴാണ് ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത്. ഇപ്പോൾ നമ്മുടെ സദ്യ സ്റ്റൈലിലുള്ള നല്ല റെഡ് കളറോട് കൂടിയ അടിപൊളി മീൻകറി റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയൊരു ഐറ്റമാണിത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇനി മീൻകറി വെക്കുമ്പോൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കാൻ മറക്കരുത്. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഫ്രണ്ട്സിനായിട്ട് ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത്. താങ്ക്